യാത്രക്കാർക്ക് അവരുടെ സീറ്റ് ബെൽറ്റ് ധരിക്കാൻ പോലും സമയം ലഭിക്കുന്നതിനു മുൻപേ വിമാനം നിലത്തിറങ്ങുന്ന അത്രയും ചെറിയൊരു വിമാനയാത്രയെക്കുറിച്ച് നിങ്ങൾക്കറിയാമോ? സ്കോട്ട്ലൻഡിലെ വെസ്ട്രേ, പാപ്പ വെസ്ട്രേ എന്നീ രണ്ട് ചെറിയ ദ്വീപുകൾക്കിടയിലുള്ള വിമാന സർവീസാണിത്. ഇവ തമ്മിലുള്ള ദൂരം വെറും 2.7 കിലോമീറ്റർ മാത്രമാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് നോക്കിയാൽ പോലും ഒരു ദ്വീപിൽ നിന്ന് മറ്റൊന്ന് കാണാൻ സാധിക്കും. ഇവിടെ വിദ്യാർത്ഥികൾ സ്കൂളിൽ പോകുന്നതും അധ്യാപകർ ജോലിക്ക് പോകുന്നതും എന്തിന് രോഗികൾ ഡോക്ടറെ കാണാൻ പോകുന്നതും പോലും വിമാനത്തിലാണ്. എന്നാൽ ഈ രണ്ട് ദ്വീപുകളെയും ബന്ധിപ്പിച്ചുകൊണ്ട് അവർ എന്തുകൊണ്ടൊരു പാലം പണിയുന്നില്ല? അല്ലെങ്കിൽ ഒരു ബോട്ട് സർവീസ് ഫെറി ഉപയോഗിച്ചുകൂടെ? കടലിന് കുറുകെ ഒരു പാലം പണിയുക എന്നത് വലിയ ചെലവുള്ള കാര്യമാണ്. വെസ്ട്രയിൽ ഏകദേശം 500 പേരും പാപ്പ വെസ്ട്രയിൽ വെറും 95 പേരും മാത്രമേ താമസിക്കുന്നുള്ളൂ. ഇത്രയും കുറഞ്ഞ ജനസംഖ്യയ്ക്കായി ഒരു പാലം നിർമ്മിക്കുന്നത് പ്രായോഗികമല്ല. കൂടാതെ ഇവിടുത്തെ കടലിൽ വർഷം മുഴുവൻ ശക്തമായ കാറ്റും വലിയ തിരമാലകളും ഉണ്ടാകാറുണ്ട്. അതിനാൽ ബോട്ടിലുള്ള യാത്ര അപകടകരവും കൂടുതൽ സമയമെടുക്കുന്നതുമാണ്. അതുകൊണ്ട് 1967 മുതൽ ഇന്നുവരെ 8 പേർക്ക് യാത്ര ചെയ്യാവുന്ന ഒരു ചെറിയ വിമാനം ഈ രണ്ട് ദ്വീപുകൾക്കിടയിൽ ദിവസവും സർവീസ് നടത്തുന്നു. വെറും 53 സെക്കൻഡ് മാത്രം യാത്രാസമയമുള്ള ഇത് ലോകത്തിലെ ഏറ്റവും ചെറിയ കൊമേഴ്സ്യൽ വിമാന സർവീസായി മാറി.